ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. റാണി ലക്ഷ്മിബായിയെക്കുറിച്ച് കവിത എഴുതി പുരസ്കാരം നേടിയതിന് പുറമെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ കൂടി അവസരം ലഭിച്ച സന്തോഷത്തിലാണ് വണ്ടൂർ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി പി ദേവദത്തൻ. 25-ന് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലും പ്രത്യേക ക്ഷണിതാവായി റിപ്പബ്ലിക് ദിന പരിപാടികളിലും പങ്കെടുക്കാനായി ദേവദത്തൻ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വീർഗാഥ പ്രൊജക്ട് 4.0-ൽ കവിതാരചനയിലാണ് ദേവദത്തനെ തിരഞ്ഞെടുത്തത്. രാജ്യത്തെ വിവിധ സിലബസുകളിലെ എല്ലാത്തരം വിദ്യാലയത്തിൽ നിന്നും 3ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരം. ആകെ 100 കുട്ടികളാണ് ദേശീയതലത്തിൽ അവാർഡിന് അർഹരായത്. ഇതിൽ കേരളത്തിൽ നിന്ന് 2 കുട്ടികളാണുള്ളത്. 25-ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് പുരസ്കാരം നൽകും. തുടർന്ന് കർത്തവ്യപഥിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ പങ്കെടുക്കും. കരുളായി കെഎം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ പി വിനോദിന്റെയും വണ്ടൂർ ഗവൺമെന്റ് VMC GHSS അധ്യാപിക സീനയുടെയും മകനാണ്. നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള അഥവാ ദേശബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ ഭാരത സർക്കാർ നടത്തുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ആസാദി കാ അമൃത് ഭാരത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വീർഗാഥ 4.0 ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ മാസമാണ് ഇതിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് സ്കൂളിൽ നിന്ന് ഇവർക്ക് വിവരം കൊടുത്തത്. അതിൽ സ്കൂളിലെ മിക്ക കുട്ടികളും പങ്കെടുത്തിരുന്നു. അത് പിന്നീട് BRC തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ പരിശോധന നടത്തി ദേശീയ തലത്തിൽ പരിശോധിച്ചു. ദേശീയ തലത്തിൽ 100 പേർക്കാണ് ഈ വീർഗാഥ പുരസ്കാരം അവാർഡായിട്ട് ലഭിക്കുന്നത്. ഇതിൽ എൻ്റെ മകന് ഈ വീർഗാഥ 4ാമത്തതിൽ കവിതാരചനയിൽ തിരഞ്ഞെടുത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.